ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ബ്രൈറ്റ് ഗാല ആർട്ട്. നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം വേണ്ടി എല്ലായിടത്തും അറിയില്ല. കഴിഞ്ഞ വീഡിയോ വല്ലാണ്ട് വ്യൂസ് ഒന്നും കിട്ടിയില്ല. 4 വ്യൂസൊക്കെ ആയിട്ടുള്ളൂ. കാര്യമില്ല, വ്യൂസൊക്കെ പതിയെ കയറിക്കോളൂ. ഡ്രോയിങ് കക്കാഷി അണ്ടിൽ ഐ സാറ്റിസ്ഫൈഡ് അതിൻ്റെ പാർട്ട് 2 ആണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കക്കാഷീൻ്റെ ഔട്ട്ലൈനൊക്കെ കാണിച്ച് തന്നത് കാരണം ഞാൻ അവിടെ ഒരു ഔട്ട്ലൈൻ നേരത്തെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ കഴിഞ്ഞ മാതിരി കളർ യൂസ് ചെയ്ത് അധികം അങ്ങോട്ട് കൊളാക്കുന്നില്ല. ഫുള്ളും പെൻസിൽ ഷെയ്ഡ്സ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന രീതിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെൻസിൽ ഷെയ്ഡ്സ് ആണ്. HB8 വരച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ പെന്നേറ്റ് ഒന്ന് പിക്ചറിനൊന്ന് പെന്നേറ്റ് ഔട്ട്ലൈൻ ചെയ്യുക. പിന്നെ അവിടെ പെൻസിലേറ്റ് ഷെയ്ഡ് ചെയ്തതിന് ശേഷം ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് അതിനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. മീൻസ് കളറൊക്കെ ഒന്ന് മൊത്തം ബ്ലെൻഡായി വരാൻ. പിന്നെ ഹെഡ് ബാൻഡിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹെഡ് ബാൻഡുള്ള മാതിരി ആ ലീഫ് സിമ്പിളിൻ്റെ ചിഹ്നം അതാണ് നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. പേഴ്സണലി കഴിഞ്ഞ കക്കാശിനും കാട്ടി എനിക്കും ഇഷ്ടപ്പെട്ട ഒരു കക്കാശി ഇത്. കാരണം ഇത് കളർ ഒരുപാട് സ്കെച്ചസ് ഒന്നും അധികം നമ്മൾ യൂസ് ചെയ്താണ്. ഫുള്ള് പെൻസിലിൻ്റെതായ സ്കെച്ചിട്ട് എനിക്ക് അധികം യൂസ് ചെയ്ത് ഒരു ഇതില്ല, ഒരു പ്രാക്ടീസ് ഇല്ലാത്ത കാരണം പെൻസിലേറ്റ് ഞാൻ കൂടുതൽ ഇത് ചെയ്യാറ്. അത് കാരണം പെൻസിലേറ്റ് ചെയ്യുമ്പോഴാണ് ഇത്തിരിയും കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ കക്കാശീൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണുക. ഓട്ടിച്ച് കണ്ടാലും കുഴപ്പമില്ല. ഫൈനൽ ഔട്ട്പുട്ട് അടിപൊളിയാണ്. ഡ്രോയിങ് വീഡിയോസ് അത്രക്ക് അടിപൊളിയാക്കണം എന്ന് എനിക്കുണ്ട്. പക്ഷേ വീഡിയോസ് എങ്ങനെ എഡിറ്റ് ചെയ്യണം, എങ്ങനെ എടുക്കണം എന്നൊക്കെ പഠിച്ചു തരുള്ളൂ. ഞാനും കുറേ പേരിൻ്റെ കാണാറുണ്ട്. ലൈക്ക് ഹിന്ദിക്കാരൻ്റെ ഇതൊക്കെ അടിപൊളിയാണ്. ഹാക്കു സെമ്പയാട്ട്, പിന്നെ ഒരു ഇംഗ്ലീഷ് ഉണ്ടല്ലോ ഷാഡോ വൈറ്റി, പിന്നെ ഹിട്രോ ആർട്ട്, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാനും കാണാറുണ്ട്. നമ്മൾ ഹെഡ് ബാൻഡിൻ്റെ ഡീറ്റെയിലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിന് നേരെ നമ്മൾ ഐലിഡ് ഷാഡോ, പിന്നെ ഐത്ത കൃഷ്ണമണി, ഇത് കക്കാശീൻ്റെ ഷാറിംഗൺ മൂടി വെച്ചൊക്കെയാണ്. കക്കാശീൻ്റെ ബാക്ക് സ്റ്റോറി അറിയോ ഗൈസ് നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞുതരാം. കക്കാശീൻ്റെ അച്ഛനെ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. പേര് സക്കുമോ ഹാട്ടക്കെ. സക്കുമോ എന്ന 3 ലെജൻഡറി സാനീനില്ലേ, ജിറായ, ഒറച്ചുമാറു, പിന്നെ മറ്റേ ലേഡി സുനാഡെ. ഈ 3 പേരിൻ്റെയും ഒപ്പം പവർഫുള്ളാണ്. ആ 3 പേരിനെയും തോൽപ്പിക്കാൻ പറ്റുമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. സക്കുമോ ഹാട്ടക്ക് അത്രക്ക് പവർഫുള്ളായിരുന്നു. ഇവരെ ഒരു മിഷനിക്ക് പോണ വഴിയിൽ സക്കുമോ ഹാട്ടക്ക് മിഷന് പ്രാധാന്യം കൊടുക്കാണ്ട് ഫ്രണ്ട്സിനെ ഒരു അപകടത്തിൽപ്പെട്ടപ്പോൾ ടീമേറ്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അത് കാരണം ആ മിഷൻ ഫെയിലായി. അതിൻ്റെ കാരണം പറഞ്ഞിട്ട് ആ ടീമേറ്റും ആ വില്ലേജിലുള്ള ആൾക്കാരും സക്കുമോ ഹാട്ടാക്കാനെ ഇതാക്കി സംസാരിക്കാൻ തുടങ്ങി, എതിർക്കാൻ തുടങ്ങി. അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ഒക്കെ ഒരിത്. അപ്പോൾ അതൊന്നും സഹിക്കാൻ പറ്റാണ്ട് പുള്ളി സൂയിസൈഡ് ചെയ്തു. അപ്പോൾ തൊട്ട് നമ്മുടെ കക്കാശി പിന്നെ ഒറ്റക്കാണ്. നിങ്ങൾ ആനിമെ കണ്ടവർക്ക് അറിയാം, കക്കാശി ഒരുപാട് പണികൾ ചെയ്ത് ജീവിക്കണതൊക്കെ. മീൻസ് ടോയ്ലറ്റ് ക്ലീനിങ് അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ കക്കാശി ഒരു അടിപൊളി നിഞ്ചയായി. എന്നിട്ട് അറിയപ്പെടാൻ തുടങ്ങി ദ കോപ്പി നിഞ്ച കക്കാശി. തൗസൻഡ്സ് ഓഫ് ജുക്സു കക്കാശി കോപ്പി ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ മാസ്ക് ഇത്തിരി പാച്ചസ് ഉണ്ട്, എന്നാലും അത് നമുക്ക് സീനില്ല. നമുക്ക് മാസ്കിലുള്ള ഇത്തിരി ഷാഡോസ് ഷെയ്ഡ് ചെയ്യാം. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് 8B പെൻസിലാണ്. 8B പെൻസിൽ അത്യാവശ്യം നല്ല ഡാർക്ക്
നല്ല ഡാറുള്ള വെച്ച് എൻ്റെ വെച്ച് ഡാർക്ക് പെൻസിൽ 8B ആണ്. പിന്നെ നമ്മൾ അത് യൂസ് ചെയ്തിട്ട് ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് പിന്നെ ഹെയറിൻ്റെ ഒരു ഷേഡ് അടിക്കുമല്ലോ. ഇപ്പോൾ വെയിലടിക്കാന്ന് വെച്ചാൽ ഹെയറിൽ ഷേഡൊക്കെ അടിക്കുമല്ലോ, അതിന് നമ്മൾ ഇത് കൊടുക്കുകയാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും കാണുക. ഇതിൻ്റെ പാർട്ട് 1 ആണ്. കണ്ടില്ലെങ്കിലും ഈ വീഡിയോ കാണാനൊക്കെ പറ്റും. സോ നമ്മുടെ കക്കാശീൻ്റെ മാസ്ക്, ഹെഡ് ബാൻഡ്, ഹെയർ നമ്മൾ ഫില്ല് ചെയ്ത്. ഇനി നമ്മുടെ കക്കാശീൻ്റെ ജാക്കറ്റാണ്, യൂണിഫോമാണ് നമ്മൾ കളർ ചെയ്യാൻ പോകുന്നത്, മീൻസ് ഷെയ്ഡ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ സംസാരം വലുതായിട്ട് ഇതൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം, എന്നാലും അതിനൊന്ന് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ തന്നെയല്ലേ എല്ലാവരും ഇമ്പ്രൂവ് ആയി വരുന്നത്. ഇതിലും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആനിമെ ക്യാരക്ടേഴ്സ് ആരാണ്, നറുട്ടോ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടം. ഒന്നുകൂടി കമൻറ്റ് ചെയ്തു. നറുട്ടോത്തെ ഏറ്റവും കൂടുതൽ ട്രാജിക്സ് ബാക്ക് സ്റ്റോറി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ ഒരാളിനെയും കൂടി ഇത് ചെയ്യൂ. എനിക്ക് പേഴ്സണലി തോന്നിയത് കക്കാശീൻ്റെ ട്രാജിക്കാണ്, നറുട്ടോൻ്റെയും ട്രാജിക്കാണ്, ഒബിറ്റോൻ്റെയും ട്രാജിക്കാണ്. പക്ഷെ ഇറ്റാച്ചീൻ്റെ അതൊരു വേറെ ലെവൽ ട്രാജിക്കാണ്. പിന്നെ ജിറായിൻ്റെയും ഇറ്റാച്ചിൻ്റെ ടീം ക്ലാനിനെ മൊത്തം കൊല്ലേണ്ടി വന്നു, സ്വന്തം അമ്മേനെ അച്ഛനെ അടക്കം. ജിറായിയോ തൻ്റെ സ്റ്റുഡൻസൊക്കെ മരണപ്പെട്ട അവസ്ഥയിൽ ജിറായിക്ക് കാണേണ്ടി വന്നു. നറുട്ടോന് മാത്രം ഇതാക്കേണ്ടി വന്നില്ല. സ്വന്തം സ്റ്റുഡൻ്റ് തന്നെ ജിറായിനെ കൊന്നു. സ്വന്തം സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് തന്നെ മരിക്കേണ്ട ഒരവസ്ഥ ജിറായിക്ക്. സോ എനിക്ക് പിന്നെയൊക്കെയാണ് അടുത്തത് ആരിനെയാണ് വരക്കേണ്ടതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഡോണ്ട് വറി, ഇതിൻ്റെ പാർട്ട് 3 കൂടി വരുന്നുണ്ട്. പാർട്ട് 3 നമ്മൾ കക്കാശീൻ്റെ ഒരു ഫുൾ ബോഡിയാണ് വരയ്ക്കാൻ പോണ്. കക്കാശി ചിതോറിയും പിടിച്ചിട്ട് കക്കാശീൻ്റെ ഒരു പോസ് ഉണ്ടല്ലോ, അതാണ് വരയ്ക്കാൻ പോണ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആനിമേൻ്റെ പേരും കൂടി കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് എവരിബഡി, ബൈ ബൈ.